എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 10ാമത്തെ സർഗത്തിലെ 117, 118 എന്നീ 2 ശ്ലോകങ്ങൾ നമുക്ക് പഠിക്കാം. 2 ശ്ലോകങ്ങളിലും ഉപജാതി വൃത്തമാണുള്ളത്. ശ്രീകൃഷ്ണനും രുക്മിണിയും കൂടിയിട്ട് രഥത്തിൽ കയറി അവർ ദ്വാരകയിലേക്ക് പോവാൻ നിൽക്കുമ്പോഴാണ് ശത്രുക്കളുടെ ആക്രമണം ഉണ്ടായത്. അപ്പോൾ ശത്രുക്കളെ കാത്തു നിൽക്കുകയാണ് കുറച്ച് നേരം ചെയ്തത്. അതിനുശേഷം എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചത്? ജരാസന്ധനെ പോലെയുള്ളവർ വന്നു. കണ്ടിട്ട് അവർക്ക് പേടിയായി. മുമ്പേ കൂട്ടി തന്നെ അറിയാം ഈ ശ്രീകൃഷ്ണൻ്റെ ആക്രമണങ്ങൾ, പരാക്രമം എന്താണെന്നുള്ളത് നല്ലവണ്ണം അറിയുന്ന ആൾക്കാരാണ് ജരാസന്ധനെ പോലെയുള്ളവർ. അപ്പോൾ ജരാസന്ധനും ജരാസന്ധൻ്റെ സൈന്യമൊക്കെ തന്നെ പ്രത്യേകിച്ച് ആക്രമണങ്ങളൊന്നും അഴിച്ചുവിടാതെ ദൂരെ നിന്നു എന്നാണ് പറഞ്ഞത്. ഇനി എന്തൊക്കെയാണ് വർണ്ണിക്കുന്നതെന്ന് നോക്കാം. ആദ്യം 117ാമത്തെ ശ്ലോകം നോക്കൂ. ദൂരെ സ്ഥിതം തസ്യ ദുരാസദസ്യ ബലം ദ്വിഷദ്ഭൂമിഭൃതാം ബഭാസേ ദത്വാവകാശം ഭൃഗുനന്ദനായ സ്ഥിതഃ പയോരാശിരിവ പ്രതീച്യ. ആദ്യം പദച്ഛേദം നോക്കാം. ദൂരെ സ്ഥിതം തസ്യ ദുരാസദസ്യ ബലം ദ്വിഷദ്ഭൂമിഭൃതാം ബഭാസേ ദത്വാ അവകാശം ഭൃഗുനന്ദനായ സ്ഥിതഃ പയോരാശി ഇവ പ്രതീച്യ. ഇത് ഒരു ഉപമാലങ്കാരം കൊണ്ട് ആ സൈന്യം ഇങ്ങനെ മാറി നിൽക്കുന്നത് എന്തുപോലെയാണ് എന്ന് പറയാണ്. തസ്യ ദുരാസദസ്യ, ആ ദുരാസദൻ്റെ, ദുരാസദൻ എന്ന് പറഞ്ഞാൽ ദുഃഖേന ആസാദയിതും യോഗ്യ ദുരാസദ, വളരെ ബുദ്ധിമുട്ടിയാൽ മാത്രമേ അടുത്തേക്ക് എത്താൻ പറ്റുള്ളൂ ആ ആൾ, അങ്ങനെയുള്ള ആൾ ശ്രീകൃഷ്ണനെയാണ് ഉദ്ദേശിക്കുന്നത്. അത് ആക്രമിക്കാനാണെങ്കിൽ ഒട്ട് പറയും വേണ്ട. വളരെ ബുദ്ധിമുട്ടി മാത്രം ആക്രമിക്കാനോ അടുത്തു ചെല്ലാനോ ഒക്കെ സാധിക്കുന്നവൻ, അടുത്തേക്ക് തന്നെ പോകാൻ പറ്റാത്തവൻ എന്നൊക്കെ അർത്ഥം. അങ്ങനെയൊക്കെയുള്ള തസ്യ, ആ ശ്രീകൃഷ്ണൻ്റെ അടുത്തൊന്നും നിൽക്കാത്ത സൈന്യം. ദൂരെ സ്ഥിതം ദ്വിഷദ്ഭൂമിഭൃതാം ബലം, ദൂരെ സ്ഥിതം, ദൂരെ നിൽക്കുന്നവരായ ദ്വിഷദ്ഭൂമിഭൃത്തുക്കൾ. ദ്വിഷത്ത് ശത്രു, ഭൂമിഭൃത്ത് എന്ന് പറഞ്ഞാൽ രാജാക്കന്മാർ, ശത്രു രാജാക്കന്മാരുടെ, അതാണ് ദ്വിഷദ്ഭൂമിഭൃതാം ബലം. ശത്രു രാജാക്കന്മാരുടെ സൈന്യം ഏതുപോലെ തോന്നിച്ചു? അതായത് ശ്രീകൃഷ്ണനും രുക്മിണിയും കൂടിയിട്ട് കുറച്ച് മാറി നിൽക്കണു. അവരുടെ അടുത്തേക്ക് പോവാൻ പറ്റാത്ത ശത്രു രാജാക്കന്മാരും അവരുടെ സൈന്യവും മാറി നിൽക്കണു. അത് കാണുമ്പോൾ എന്താണെന്നാണ് കവിക്ക് മനസ്സിൽ കണ്ടപ്പോൾ എന്താണെന്ന് തോന്നിയതെന്ന് പറയാണ്. ഭൃഗുനന്ദനായ അവകാശം ദത്വാ സ്ഥിത പ്രതീച്യ പയോരാശി ഇവ ബഭാസേ. ഭൃഗുനന്ദനായ അവകാശം ദത്വ, ഭൃഗുനന്ദനൻ, ഭൃഗുകുലത്തിൽ ജനിച്ച ആളെയാണ് ഭൃഗുനന്ദനൻ എന്ന് പറയുക. അതായത് ഭാർഗവരാമൻ, പരശുരാമൻ. പരശുരാമന് അവകാശം നൽകിയിട്ട്, എന്തിൻ്റെ അവകാശമാണ് നൽകിയത് എന്ന് പറയാണ്. അവകാശം ദത്വ സ്ഥിത പ്രതീച്യ പയോരാശി. പ്രതീച്യ എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറ് ഭാഗത്തുള്ളതായ പയോരാശി സമുദ്രം. ഭാർഗവരാമന് അവകാശം കൊടുത്തിട്ട് മാറി നിൽക്കുന്ന പടിഞ്ഞാറൻ സമുദ്രത്തെ പോലെ. അപ്പോൾ എന്തിൻ്റെ അവകാശമാണ് ഭാർഗവരാമന് കൊടുത്തതെന്നാണെങ്കിൽ കേരളപ്പിറവിയുമായിട്ട് ബന്ധപ്പെടുത്തി പറയാൻ പറ്റും നമുക്കത്. അതായത് പരശുരാമൻ തൻ്റെ കയ്യിലിരിക്കുന്നതായ മഴു എറിഞ്ഞിട്ടാണ് കേരളക്കര ഉണ്ടാക്കിയത് എന്നുള്ള ആ ചരിത്രം അല്ലെങ്കിൽ കഥ, ഐതിഹ്യം നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ സമുദ്രത്തിൽ നിന്ന് കരയിലേക്ക്, അതായത് സമുദ്രത്തിനെ തന്നെയാണ് കരയാക്കി മാറ്റിയെടുത്തത്. അതല്ലാതെ പ്രത്യേകിച്ചൊരു സ്ഥലം ഉണ്ടാക്കിയെടുക്കുകയല്ല. ഈ കേരള ഭൂവിഭാഗത്തിൽ നിന്ന് കടൽ പിന്നാക്കം മാറുകയാണ് ചെയ്തത്. എവിടേക്കാണോ മഴുവെറിഞ്ഞത് അത്രയും പ്രദേശം കരയായി കിട്ടി, ബാക്കി ഭാഗത്തേക്ക് പിന്നാക്കം കടൽ നീങ്ങി നിന്നു എന്നാണ് ഐതിഹ്യം പറയണത്. ആ ഒരു കഥ പോലെ ഇരിക്കുന്നുണ്ട് സൈന്യവും ശ്രീകൃഷ്ണനും തമ്മിലുള്ളതായ ഒരു ഭാവവും നിൽപ്പും ഒക്കെ. അതാണ്. അപ്പോൾ ഭൂമി എത്രണ്ടും ദൂരം വരെ വേണം എന്നുള്ളത് തൻ്റെ മഴു കൊണ്ട് എറിഞ്ഞ് തീർച്ചപ്പെടുത്തി തിട്ടപ്പെടുത്തി എടുത്തതിന് ശേഷം ആ ഭൂമിയുടെ അവകാശം സമുദ്രം പരശുരാമന് കൊടുത്തു. അങ്ങനെ പരശുരാമന് ഈ ഇത്രയും സ്ഥലത്തിൻ്റെ അവകാശം കൊടുത്തിട്ട്, അതാണ് ഭൃഗുനന്ദനായ അവകാശം ദത്വാ സ്ഥിത. അത് കഴിഞ്ഞിട്ട് മാറി നിൽക്കുകയാണ്. ഞാനിനി ഇവിടേക്ക് വരണില്ല എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടല്ല, അറിയിക്കാൻ വേണ്ടിയിട്ട് മാറി നിൽക്കുന്നതായ പടിഞ്ഞാറേ സമുദ്രം,
പ്രതീച്യ പയോരാശി ഇവ ബഭാസെ. ആരാണ് അങ്ങനെ നിന്നത്? ഈ ശത്രു സൈന്യങ്ങളും രാജാക്കന്മാരും. ശത്രു രാജാക്കന്മാരുടെ ബലം അവരിങ്ങനെ അടുത്തേക്ക് പോവാൻ്റെ മാറി നിൽക്കുന്നത് കണ്ടാൽ സമുദ്രം ഒഴിഞ്ഞു പോവാൻ നിൽക്കുന്നത് പോലെ അത്രയും പ്രദേശം ഭൃഗുനന്ദനൻ അല്ലെങ്കിൽ പരശുരാമൻ എടുത്തോട്ടെ, ഞാൻ മാറി നിൽക്കുകയാണ് എന്നുള്ളൊരു ഭാവം ആ സൈന്യങ്ങളുടെ മുഖത്ത് കണ്ടിരുന്നു. അത്രയും വലിയ സൈന്യം, ഒരു സമുദ്രത്തിനോളം ഉണ്ടായിരുന്നു സൈന്യം എന്നുള്ളതും. അതുപോലെ ശ്രീകൃഷ്ണൻ തൻ്റേതാക്കിയ രുക്മിണിയെയാണ് പരശുരാമൻ തൻ്റേതാക്കിയ കേരളക്കരയെ പോലെ എന്ന് വർണ്ണിച്ചത്. അപ്പോൾ ഇത്രയൊക്കെ വർണ്ണിക്കണം. കേരളക്കര സമുദ്രത്തിൽ നിന്നാണ് എടുത്തത് എന്നൊക്കെ പറയണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എഴുതിയ ആൾ കേരളീയനാവാതെ തരമില്ല. ഒരു കേരളീയനെ കേരളത്തിൻ്റെ പിറവിയെ പറ്റിയിട്ടൊക്കെ ഇങ്ങനെ സൂചിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ സുന്ദരമായിട്ടുള്ളൊരു ഉപമ കൊണ്ട് ശ്രീകൃഷ്ണനും രുക്മിണിയും കൂടിയിട്ടുള്ള നിൽപ്പും അവരെ തൊടാതെ മാറി നിൽക്കുന്നതായ സൈന്യത്തിൻ്റെ ആ ഭാവപകർച്ചയും നിൽപ്പുമൊക്കെ വർണ്ണിച്ചിരിക്കുകയാണ് കവി. നമുക്ക് 118 ശ്ലോകം കൂടി നോക്കാം. താമന്തികസ്ഥാമവലോക്യ ശൗരേർവ്രീളാവിലോലേ നയനേ ദധാനാം സ്വലോചനായ സ്പൃഹയാം ജകാര ചൈദ്യസ്തൃതീയായ തിരോഹിതായ. ആദ്യം പദച്ഛേദം പറയാം. താം അന്തികസ്ഥാം അവലോക്യ ശൗരേഃ വ്രീളാവിലോലേ നയനേ ദധാനാം സ്വലോചനായ സ്പൃഹയാം ചകാര ചൈദ്യ തൃതീയായ തിരോഹിതായ. ഇവിടെ ചൈദ്യൻ അഥവാ ശിശുപാലൻ ഇവരുടെ ഒപ്പം യുദ്ധത്തിന് പോയിട്ടുണ്ടല്ലോ. ജരാസന്ധൻ്റെ കൂട്ടത്തിൽ ശിശുപാലനും പോയിട്ടുണ്ട്. അതായത് രുക്മിണിയെ തിരിച്ചു കൊണ്ടുവരണം, കുണ്ഡിന രാജ്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് വിവാഹം കഴിച്ചു കൊണ്ടുപോകണം എന്നുള്ള മോഹത്തിലാണ് ശിശുപാലൻ വന്നിരിക്കുന്നത്. അപ്പോൾ ശിശുപാലനും യുദ്ധത്തിന് പോയിട്ടുണ്ട്. ആ ശിശുപാലൻ രുക്മിണിയെ കാണുന്നതാണ് ഇവിടെ കവി വർണ്ണിച്ചിരിക്കുന്നത്. ശൗരേഹ അന്തികസ്ഥാം, ശൗരിയുടെ ശ്രീകൃഷ്ണൻ്റെ അന്തികസ്ഥ, അന്തികം എന്ന് വെച്ചാൽ സമീപം, സമീപത്ത് സ്ഥ നിൽക്കുന്നവൾ, അന്തികസ്ഥാം. ശ്രീകൃഷ്ണൻ്റെ അടുത്ത് ഇങ്ങനെ പേടിച്ച് പറച്ച് ശ്രീകൃഷ്ണനെ എൻ്റെ പുറകിൽ പേടിയോടുകൂടി നിൽക്കുന്നവളായ വ്രീളാവിലോലേ നയനേ ദധാനാം താം. എന്നാൽ ശ്രീകൃഷ്ണനെ ഒന്നും നോക്കണില്ല, ആരെയും നോക്കണില്ല. വളരെയധികം നാണിച്ച് മുഖമൊന്നും ഉയർത്താതെ താഴേക്ക് നോക്കി നിൽക്കുന്നവളായ, അതാണ് വ്രീളാവിലോലേ നയനേ. കണ്ണുകളിൽ ശ്രീകൃഷ്ണനോടൊപ്പം നിൽക്കുന്നതിൻ്റെ ഒരു നാണമൊക്കെ ഉണ്ട്. അതായത് ഇതുവരെ മനസ്സിൽ വിചാരിച്ചിട്ടുള്ള ഒരു ചിത്രം അത് മനസ്സിൽ കൊണ്ടു നടന്നത് അങ്ങടെ പ്രവൃത്തി തലത്തിലേക്ക് വന്നപ്പോൾ അത് വിശ്വസിക്കാൻ പറ്റണില്ല, അതിനെ അംഗീകരിക്കാൻ പറ്റണില്ല. മാത്രമല്ല നാണം കലശലായിട്ട് വരുന്നുണ്ട്. ആ നിൽപ്പൊക്കെ കൂടി കണ്ടിട്ട്, അതാണ് വ്രീളാവിലോലങ്ങളായ, നാണം കൊണ്ട് കണ്ണുകളിങ്ങനെ ചഞ്ചലപ്പെട്ടിരിക്കുകയാണ്, എങ്ങടാ നോക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു തീർച്ചയില്ലായ അങ്ങനെ നിൽക്കുന്നവളായ ആ രുക്മിണിയെ വ്രീളാവിലോലേ നയനേ, ദ്വിവചനാണ് നയനങ്ങൾ, രണ്ട് കണ്ണുകൾ, അങ്ങനെ ആ കണ്ണുകൾ ധരിക്കുന്നവളായ താം അവളെ അവലോക്യ നോക്കിയിട്ട് ചൈദ്യൻ എന്ന് പറഞ്ഞാൽ ചേതി രാജാവായിട്ടുള്ള ശിശുപാലൻ, തൃതീയായ തിരോഹിതായ സ്വലോചനായ സ്പൃഹയാം ചകാര. സ്വലോചനം തൻ്റെ കണ്ണ്, ഏത് കണ്ണാണ്? രണ്ട് കണ്ണുകൾ അല്ലാണ്ട് തന്നെ ഉണ്ട് ശിശുപാലന്, പിന്നെ ഏതൊരു കണ്ണാണ് എന്ന് പറയാണ്? തൃതീയായ തിരോഹിതായ സ്വലോചനായ, മൂന്നാമത്തെ ഒരു കണ്ണുണ്ടായിരുന്നു, പക്ഷെ അത് മറഞ്ഞുപോയി. ആ മൂന്നാം കണ്ണിനു വേണ്ടിയിട്ട് കൂടി സ്പൃഹയാഞ്ചകാര മോഹിച്ചു. അതിൻ്റെ അർത്ഥം എന്താ? രണ്ട് കണ്ണുകൊണ്ട് മതിയായില്ല, മൂന്നാമത്തെ ഒരു കണ്ണുണ്ടെങ്കിൽ അതുകൊണ്ടുകൂടി നോക്കാമായിരുന്നു രുക്മിണിയുടെ സൗന്ദര്യമെന്ന്. അപ്പോൾ സത്യത്തിൽ ഇവിടെ ഒരു സംശയം വരുന്നുണ്ട്, എന്തുകൊണ്ടാണ് ചൈദ്യന് 3 കണ്ണുണ്ടായിരുന്നു എന്ന് പറയണത്? അതായത് തിരോഹിതായ തൃതീയായ സ്വലോചനായ, മറഞ്ഞുപോയതായ മൂന്നാം കണ്ണ്. അപ്പോൾ മൂന്നാമത്തെ ഒരു കണ്ണുണ്ടായിരുന്നുവോ എന്നുള്ള സംശയമൊക്കെ ഇവിടെ ബാക്കി നിൽക്കുകയാണ്. വ്യാഖ്യാതാവിനും അറിയില്ല. ഇവിടെ പറയുന്നുണ്ട് ശിശുപാലസ്യ തിരോഹിത നേത്രേ ബീജം മൃഗ്യം. ശിശുപാലൻ്റെ മൂന്നാം കണ്ണ് മറഞ്ഞുപോയ മൂന്നാം കണ്ണിനെ പറ്റി അന്വേഷിക്കേണ്ടതാണ്, മുഴുവനൊന്നും അത് കൃത്യമല്ല. പക്ഷേ ശിശുപാലൻ ഒരു വിചിത്ര ശിശുവായിരുന്നു എന്നുള്ളത് കഥകൾ കേട്ടിട്ടുണ്ട്. ഈ ശിശുപാലൻ്റെ അമ്മ ഈ ഒരു വൈചിത്ര്യം മാറാൻ വേണ്ടിയിട്ട് കാണാൻ വരുന്നവരുടെയൊക്കെ മടിയിൽ ശിശുപാലനെ കൊണ്ടുവയ്ക്കുമെന്നും
4 കൈകളുണ്ട് എന്നുള്ള കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ 4 കൈകളുടെ കൂട്ടത്തിൽ ശിരസ്സുകളുണ്ടായിരുന്നോ, അതിൽ കണ്ണുകൾ വേറെ ഉണ്ടായിരുന്നോ എന്നുള്ളതൊക്കെ സംശയമുണ്ട്. അങ്ങനെയുള്ള ആ ബാലകൻ അവസാനം ശ്രീകൃഷ്ണൻ്റെ മടിയിലും എത്തി. ശ്രീകൃഷ്ണൻ ഒരു ദിവസം, ശ്രീകൃഷ്ണൻ്റെ ബന്ധുവാണ് ചേതി രാജ്യത്തുള്ള അത് ഈ ശിശുപാലൻ്റെ അമ്മ എന്ന് പറയുന്നത് ശ്രീകൃഷ്ണൻ്റെ അച്ഛൻ പെങ്ങളൊക്കെ ആയിട്ട് വരും തോന്നുന്നു. അപ്പോൾ അവിടെ പോയി കാണാൻ ചെന്നപ്പോൾ മടിയിൽ ഈ ശിശുപാലനെ വെച്ചു കൊടുത്തു. ഉടനെ തന്നെ ശിശുപാലൻ്റെ ഈ അധികമുള്ളതായിട്ടുള്ള കൈകാലുകൾ, അതുപോലെ ശരീരാവയവങ്ങൾ അധികമുള്ളതൊക്കെ മാഞ്ഞുപോയി, ഒരു സാധാരണ ബാലകനായി. അപ്പോൾ അത് കണ്ടതോട് കൂടിയിട്ട് അമ്മയ്ക്ക് സങ്കടമായി. ആരുടെ മടിയിൽ വെച്ചാലാണോ ഈ ബാലകൻ മനുഷ്യരൂപം, സാധാരണ ഒരു മനുഷ്യക്കുട്ടിയുടെ രൂപം ധരിക്കുന്നത്, ആ ആൾ ഈ ബാലകനെ വധിക്കും എന്നുള്ളൊരു അശരീരി കൂടി കേട്ടിട്ടുണ്ടായിരുന്നു അമ്മ. അപ്പോൾ അമ്മയ്ക്ക് സങ്കടം വന്നിട്ട് പറയും, എൻ്റെ പുത്രനെ വധിക്കരുതെന്ന് പറയുമ്പോഴാണ്, ഞാൻ വധിക്കില്ല, അമ്മയുടെ പുത്രൻ എന്നെ 100 അപരാധം പറഞ്ഞാൽ അതിന് ശേഷം മാത്രമേ ഞാൻ വധിക്കുള്ളൂ എന്ന് അമ്മയ്ക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ അവസ്ഥയിൽ, ആ ബാല്യാവസ്ഥയിൽ വളരെ കുട്ടിയായിരുന്ന അവസ്ഥയാണ്. അപ്പോൾ 3 കണ്ണുകൾ ഉണ്ടായിരുന്നുവോ, ശരീരത്തിന് പലതരത്തിലുള്ള വൈകൃതങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയണതിൻ്റെ കൂട്ടത്തിൽ കണ്ണിനും ഉണ്ടായിരുന്നു എന്നുള്ളതും കൂടി ആലോചിക്കേണ്ടതാണ്. ചിലപ്പോൾ ആ ഒരു കണ്ണുകൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് മോഹിച്ചു പോയതാവാം. വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട്, ഹരതുല്യത്വം ദ്യോതയിതും ഇതി ശിശുപാലവധസ്യ സർവങ്കഷായാം മല്ലീനാഥ. സർവങ്കഷ വ്യാഖ്യാനം, ശിശുപാലവധത്തിൻ്റെ സർവങ്കഷ വ്യാഖ്യാനത്തിൽ മല്ലീനാഥൻ ശിശുപാലനെ പറ്റിയിട്ട് പറയുമ്പോൾ ശിവന് തുല്യമാണെന്ന് വർണ്ണിക്കാൻ വേണ്ടിയിട്ടാണ് 3ാമതൊരു കണ്ണുണ്ട് എന്ന് പറഞ്ഞത് എന്ന് പറയുന്നു. ഏതായാലും ഈ 2 കണ്ണുകൊണ്ടൊന്നും കണ്ട് മതിയാവണില്ല. സൗന്ദര്യം കണ്ട് ആസ്വദിക്കണമെങ്കിൽ ഒരു കണ്ണുകൂടി ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് ശിശുപാലൻ മോഹിച്ചു പോയി, രുക്മിണിയുടെ നിൽപ്പും സൗന്ദര്യവും ഒക്കെ കണ്ടിട്ട്. അതാണ് ഇവിടെ വർണ്ണിച്ചത്. നമുക്ക് ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. ദൂരെ സ്ഥിതം തസ്യ ദുരാസദസ്യ ബലം ദ്വിഷദ്ഭൂമിഭൃതാം ബഭാസേ ദത്വാവകാശം ഭൃഗുനന്ദനായ സ്ഥിതഃ പയോരാശിരിവ പ്രതീച്യ താമന്തികസ്ഥാമവലോക്യ ശൗരേർവ്രീളാവിലോലേ നയനേ ദധാനാം സ്വലോചനായ സ്പൃഹയാം ജകാര ചൈദ്യസ്തൃതീയായ തിരോഹിതായ. സുന്ദരമായിട്ടുള്ള 2 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.